പൊറോട്ട കഴിച്ച് 6 പശുക്കൾ ചത്തു. കൊല്ലത്താണ് സംഭവം. കൊല്ലം വെളിനല്ലൂരിലെ ഹസ്ബുള്ളയുടെ ഫാമിലാണ് ഈ സംഭവം. കാലിത്തീറ്റയ്ക്ക് ഭയങ്കര വില കൂടുതലാണ്. അതുകൊണ്ട് ഫാമുള്ള കർഷകരെല്ലാം മറ്റു പല വഴികളും നോക്കും. ഈ ഹസ്ബുള്ളയുടെ ഫാമിലെ ഏകദേശം 30ഓളം പശുക്കളുണ്ട്, 2 പോത്തുകളുണ്ട്, കാളകളുണ്ട്, കോഴിയുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ പശുക്കളെ വളർത്തിയും പാല് കൊടുത്തും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 30ഓളം പശുക്കൾ വില കൂടിയ പശുക്കളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പശുക്കൾക്ക് തീറ്റ അല്പം മാറ്റി കൊടുത്തു. കാരണം പശുക്കളുടെ തീറ്റയ്ക്ക് വലിയ വില കൂടുതലാണ്. അതുകൊണ്ടാണ് അത് വാങ്ങാൻ കഴിയില്ല. ഇത്രയും പശുക്കളെ പോറ്റണം. അതുകൊണ്ട് കാലിത്തീറ്റ പതുക്കെ മാറി. ഈ പൊറോട്ട വേസ്റ്റ് ധാരാളം ലഭിക്കുന്നുണ്ട്. അത് നല്ലതാണ് എന്ന് അദ്ദേഹം കരുതിയത്. പക്ഷെ പൊറോട്ടയും ചക്കപ്പഴവും അങ്ങനെ ചക്കയുടെ അംശങ്ങളും ഒന്നിച്ചു കൊടുത്തു. എന്തായാലും പൊറോട്ട വിനാശകരമായ ഒരു ഫുഡാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും പൊറോട്ട ഒരു വീക്ക്നെസ് ആണ്. രുചിയുണ്ട്. പക്ഷെ പൊറോട്ട നമുക്കറിയാം, മൈദാമാവ്, അതിനകത്ത് നെയ്യും കൊഴുപ്പും പൂരിത രീതിയിൽ ചേർത്ത് ഉണ്ടാക്കുന്ന രുചികരമായ പൊറോട്ടയാണ് എല്ലാവർക്കും ഇഷ്ടം. 3, 4, 5, 6 ഒക്കെ കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ പതുക്കെ പൊറോട്ടയിൽ നിന്ന് മാറി. കാരണം അത് അല്പം വിഷാംശം കലർന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതലും ഈ അടുത്ത കാലത്ത് പൊറോട്ട വന്ന ശേഷം ക്യാൻസർ വളരെയധികം കൂടിയെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. അതേപറ്റി ഒരു ശാസ്ത്രീയമായ അന്വേഷണം പലരും നടത്തുന്നുണ്ട്. അതിലേക്ക് എൻ്റെ അഭിപ്രായത്തോട് പലരും യോജിക്കുന്നുണ്ടെങ്കിലും അതൊരു ഫൈനലായിട്ട് കൺക്ലൂഷൻ ഇതുവരെ എത്തിയില്ല. കേരളത്തിലെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ സ്ഥലത്തും പൊറോട്ട രാത്രി അടിച്ച് കൊടുക്കുന്നത് നമ്മൾ കാണാം. വളരെയധികം ആർത്തിയോടെ, കൊതിയോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത് തിന്നുന്നതും കാണാം. നമ്മൾ പൊറോട്ട കഴിച്ച് നോക്കിക്കോളൂ. കുറച്ച് കഴിയുമ്പം പുളിച്ചു തകട്ടല്, അത് അസിഡിറ്റിയിലോട്ട് വന്നു, അമ്ല വിഷത്തിലേക്ക് പോയി. ആര് കഴിച്ചാലും ശരി, പൊറോട്ടയുടെ കൂടെ നമ്മൾ ഇറച്ചി, കോഴിയിറച്ചിയോ അതുപോലെ തന്നെ പോത്തിറച്ചിയോ കാളയിറച്ചിയോ പന്നിയിറച്ചിയൊക്കെ കഴിക്കും, രുചിയോടെ കഴിച്ചു വിടും. ഇത് വളരെ മാരകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു ടിപ്പിക്കൽ ഒരു റിസൾട്ടാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. പൊറോട്ട കഴിച്ചിട്ടാണ് ആ പ്രശ്നം. വയറിന് പെരുക്കമുണ്ടായി, വയറ് വീർത്തു, ആ ശ്വാസതടസ്സം ഉണ്ടായി. അങ്ങനെയാണ് ആ പശുക്കൾ മരിച്ചത്. ആ പശുക്കളെ അവിടെ ആദ്യം 2 പശുക്കൾ അവശ നിലയിലായി. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പം തന്നെ വെറ്റിനറിയിലെ വിളിച്ചു. അവിടെ വാഹനമില്ല, വണ്ടിയില്ല, അവർ വരാൻ താമസിച്ചു. മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങളും, പ്രത്യേകിച്ച് ഈ പശുക്കളും കാളയും പോത്തും ഒക്കെ അങ്ങനെയാണ്. നമുക്ക് പാല് തരുന്ന പശുക്കൾ തീർച്ചയായിട്ടും കുട്ടികളെ പോലെയാണ് എല്ലാവരും കരുതുന്നത്. ശാന്തരാണ്, പൊതുവെ നമ്മുടെ കുടുംബം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ഹസ്ബുള്ളയുടെ ഫാമില് 30ഓളം പശുക്കളുണ്ട്, പോത്തുമുണ്ട്, 1-2 പോത്തുണ്ട്, കോഴികളുണ്ട്, ആടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭക്ഷണം വയറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പം വയറ് വീർത്തു, ശ്വാസതടസ്സം ഉണ്ടായി, ദഹനക്കേടുണ്ടായി, അസിഡിറ്റി ഉണ്ടായി. അത് നെയ്യും പൂരിത കൊഴുപ്പും ഉപയോഗിച്ചാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. അമിതമായി ചെന്ന് കഴിഞ്ഞപ്പം വയറ്റിൽ കിടന്നത് പുളിച്ചു, അസിഡിറ്റി ഉണ്ടായി, അമ്ലവിഷം ഉണ്ടായി കഴിഞ്ഞു. പെട്ടെന്ന് പഴയ പൊറോട്ട ആയപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഹോട്ടലിലെ വേസ്റ്റാണ്. ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ 100 കണക്കിന് പൊറോട്ട അവർ വേസ്റ്റായിട്ട് തള്ളും, അല്ലെങ്കിൽ 2-3 ദിവസം ചിലവാകാതെ വന്നത് തള്ളും. അതേ ഫംഗസ് നമുക്കറിയാം, നമ്മുടെ ചില പദാർത്ഥങ്ങളിൽ പെട്ടെന്ന് പൂപ്പൽ കാണാം, അത് വിഷാംശമാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് ചെന്നു പശുവിൻ്റെ, അത് കണ്ടാമിനേറ്റഡ് ഫുഡായിട്ടാണ് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ദഹനം നടക്കില്ല. അത് നാരുള്ള വസ്തുക്കളല്ല. പശുവിന് പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കണം, മനുഷ്യനെ പോലെ തന്നെ പശുക്കൾ നാരുള്ള വസ്തുക്കളാണ് കഴിക്കുന്നത്. ഈ പുളിച്ചത് കെട്ടുന്ന കാലിത്തീറ്റ അല്ലെങ്കിൽ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൊറോട്ട അതുപോലുള്ള വസ്തുക്കൾ അത് നാരുള്ള ഒരു വസ്തുക്കളല്ല. അത് നമ്മളും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
അതുകൊണ്ട് പൊറോട്ട നമ്മുടെ ശത്രുവാണ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ 6 പശുക്കൾ ചത്തത് തന്നെ. അവിടുത്തെ വെറ്റിനറി ഡോക്ടർ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെല്ലാൻ സാധിച്ചില്ല. കുറെ സമയമെടുത്തു. അവർക്ക് വാഹനം കിട്ടിയില്ല. ഡോക്ടർ മാലിനിയുടെ സേവനം പെട്ടെന്ന് ലഭ്യമായില്ല. അതേപറ്റി ആക്ഷേപമുണ്ട്. ആ 2 എണ്ണം അവർ ചെന്നപ്പോൾ അവശനിലയിലായി, അത് ചത്തു. പിന്നാലെ 4 എണ്ണവും അവശനിലയിലായി. അങ്ങനെ 6 എണ്ണം ചത്തു. 8 എണ്ണം അവിടെ അവശനിലയിൽ കിടക്കുന്നത് അവർ കണ്ടു. ഇമ്മീഡിയറ്റ് ആയിട്ട് ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഷൈൻകുമാർ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ ഡോക്ടർ മനോജും ഡോക്ടർ സേതുലക്ഷ്മിയും അവരൊക്കെ വെറ്റിനറി സർജന്മാരാണ്. ഈ മരണപ്പെട്ട പശുക്കളെ അവർ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് അവിടെ എടുത്തിട്ടുണ്ടാവും. ചത്ത് പശുക്കളെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ആ സ്ഥലത്ത് മന്ത്രി ചിഞ്ചു റാണി എത്തിക്കഴിഞ്ഞു. അവരും അവിടെ വേണ്ട സഹായങ്ങൾക്ക് ഗവൺമെന്റ് വക സഹായങ്ങളും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് നമുക്കറിയാം ഇതുപോലെ ഒരു പയ്യൻ, ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ പശുക്കൾ ഇതുപോലെ ചത്തു കഴിഞ്ഞപ്പം വരുമാനം നിന്ന് അവന്റെ വേവലാതിയും വെപ്രാളൊക്കെ നമ്മൾ കണ്ടു. ചിഞ്ചുറാണി അവിടെയും പോയി. അത് നാട്ടുകാരും സഹകരിച്ച് അവന് ആവശ്യത്തിനുള്ള അവന്റെ ഇരട്ടി പശുക്കളെ കൊടുത്തു. അതിനകത്ത് PJ ജോസഫ് മുൻ മന്ത്രി ഒരു പശുവിനെ കൊടുത്തു. ചിഞ്ചുറാണി ഗവൺമെന്റ് വക പശുവിനെ കൊടുത്തു. അത് തന്നെയല്ല നമ്മുടെ ഗവൺമെന്റ് ഫാമിലുള്ള പശുക്കളെ കൊടുത്തു. പലരും സഹായം കൊടുത്തു. ആ കുടുംബം രക്ഷപ്പെട്ടു. ഇവിടെ തീർച്ചയായിട്ടും ഇത് 4-4.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ചത്ത പശുക്കൾക്ക്. തീർച്ചയായിട്ടും അത് സർക്കാരിൽ നിന്ന് സഹായം കൊടുക്കണം. കാരണം ഇതുപോലെയുള്ള ഫാമുകൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഗവൺമെന്റ്. കാരണം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിഞ്ഞുകൂടുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളവർ. വിദേശത്ത് മക്കളെ അയക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. എങ്കിൽ തന്നെയും ചെറിയ ചെറിയ ജോലികൾ വിദേശത്ത് അയച്ചു അവർക്ക് വീടുകളിലെ ചെലവോ അവരെ ചികിത്സയ്ക്കോ പ്രായമുള്ളവരെ സംരക്ഷിക്കാനുള്ള പൈസയ്ക്കോ ഒന്നും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ഈ പശു വളർത്തുന്ന ഒരു പശുവിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അമ്മമാരെ നമുക്ക് ധാരാളം അറിയാം. അവർക്കൊക്കെ ആ പശുവിന്റെ ആ കറവ് നിന്ന് കഴിയുമ്പം വേണ്ട അടുത്ത പശുവിനെ കൊടുക്കാനും ഇത് സർക്കാർ എടുക്കാനും ഒക്കെ തയ്യാറാകണം. കാരണം എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇതുപോലെ സർക്കാരിന് വലിയ ശല്യം ചെയ്യാതെ ഒറ്റയ്ക്ക് കുടുംബം പുലർത്തുന്ന പശുക്കളെയും ആടിനെയും കോഴിയൊക്കെ വളർത്തി അങ്ങനെ ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അത് അന്യം നിന്ന് പോവുകയാണ്. പക്ഷെ ഇപ്പോഴും അതിനെ ആശ്രയിച്ച് കഴിയുന്നവർ ധാരാളം പേരുണ്ട്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകിച്ച് ചിഞ്ചുറാണി അങ്ങനെയുള്ള കാര്യത്തിൽ ആ വകുപ്പിന്റെ മേധാവിയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതുപോലെ കഴിയുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും ഗവൺമെന്റിലേക്ക് ഞാൻ കരുതെങ്കിലും ഇപ്പോഴത്തെ അതിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം സർക്കാർ ലെവലിൽ ഉണ്ടാകണം. വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണം. അവിടെ എന്തെങ്കിലും ഇതുപോലെ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ, മനുഷ്യനെ പോലെ തന്നെയാണ് മൃഗങ്ങളും നമ്മൾ കരുതിക്കണം. പ്രത്യേകിച്ച് പശുവിനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വയറ് പെരുക്കും, വയറ് വീർക്കും, അതിന് ആവശ്യമുള്ള ജലാംശം നഷ്ടപ്പെടും, യൂറിനറി പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും, അതിന് ശ്വാസതടസ്സം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൻഷൻ വേണം. വയറ് കഴുകണം, വയറ് കഴുകിയേ പറ്റുള്ളൂ. അതിനെ മുഴുവൻ ഫംഗസ് ബാധിച്ച വിഷാംശമുള്ള ഫുഡ് കളയണം. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ട് കേരളത്തിലെ ക്ഷീരകർഷകർക്ക്. കാരണം കഴിവുള്ളിടത്തോളം ഇതുപോലുള്ള വേസ്റ്റായ ഫുഡ് കൊടുക്കാതിരിക്കണം. പുല്ല് അതുപോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കാലിത്തീറ്റ നമ്മൾ കൊടുക്കും. അതുപോലെ ഇതുപോലെ വേസ്റ്റായിട്ട് കളയുന്നതൊക്കെ മനുഷ്യനെ പോലെ തന്നെ വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകും. അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമ്മളതിലും വളരെ ഉണ്ടാവും. അതിലും പൊറോട്ട കഴിക്കുന്നവർ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതേപ്പറ്റി വളരെ റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് പുളിച്ച് തികട്ടി വരും. ഇത് എത്ര കഴിച്ചാലും, ഒരെണ്ണം കഴിച്ചാലും ശരി, 2 എണ്ണം കഴിച്ചാലും നമുക്കറിയാം. നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഒരു അസിഡിറ്റി ഫോം ചെയ്യുകയാണ്. അമ്ല വിഷാംശം, ടോക്സിക് ആയിട്ടുള്ള കാര്യം വയറ്റിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഇതേപ്പറ്റി തീർച്ചയായിട്ടും ഒരു അവബോധം കേരളത്തിലെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് ക്ഷീര കർഷക രംഗത്ത് നിൽക്കുന്നവർ അവരുടെ കൂടെ. അതിനെല്ലാം മനുഷ്യന്റെ ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയും റോഡ് സൈഡിൽ നമ്മൾ ഫുഡ് വിൽക്കുന്നതിനെ പറ്റിയും നമുക്ക് വളരെയധികം കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ അമിതമായ ചില ഉണർത്തുന്ന ചില പദാർത്ഥങ്ങൾ നമ്മൾ ഈ പൊറോട്ടയോട് അനുബന്ധിച്ച് വാങ്ങിച്ച് കഴിച്ച് വളരെ അപകടം ഉണ്ടായിട്ടുണ്ട്. വിഷാംശം ഉണ്ടാകുന്ന പല സംഭവങ്ങളും നമ്മൾ കേരളത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതേപ്പറ്റി ഗവൺമെന്റ് ആധികാരികമായി ഈ പൊറോട്ടയെ പറ്റി ഇപ്പം ലഭ്യമായ വിവരങ്ങൾ വെളിയിലിട്ട് വിടണം. കാരണം അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അത് കഴിക്കുന്നതിൽ നമ്മൾ പിന്മാറണം. മറ്റു പദാർത്ഥങ്ങൾ, നാരുള്ള പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് മലയാളികൾ ശ്രമിക്കണം.